ജനങ്ങളോടൊപ്പം എന്നുമുണ്ടാകുമെന്ന ഉറപ്പു നൽകി പ്രിയങ്ക ഗാന്ധി വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ പ്രിയങ്ക ഒരു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. തന്നെ എംപിയായി തിരഞ്ഞെടുത്തതിന് ജനങ്ങളോട് നന്ദിയുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ആളുകൾക്ക് തന്നെ കാണാനും തന്നോട് അവരുടെ പ്രശ്നങ്ങൾ പങ്കിടാനും വീടിൻ്റെയും ഓഫീസിൻ്റെയും വാതിലുകൾ തുറന്നിട്ടുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് ഞാൻ ഇവിടെയുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇവിടെയുണ്ട്. മനുഷ്യ മൃഗ സംഘർഷം, ആരോഗ്യ സേവനങ്ങളുടെ ആവശ്യകത, മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യകത എന്നിവയെക്കുറിച്ച് എനിക്കറിയാം. ഇപ്പോൾ ഇതിനെല്ലാം വേണ്ടി പോരാടാനും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളെ കാണും. എൻ്റെ വീടിൻ്റെയും ഓഫീസിൻ്റെയും വാതിൽ തുറന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല, പ്രിയങ്ക പറഞ്ഞു. 2019 മുതൽ 2024 ജൂൺ വരെ എംപിയായി സേവനമനുഷ്ഠിച്ച തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ മിസ് ചെയ്യുമെങ്കിലും ജനങ്ങൾക്ക് ശക്തവും മികച്ചതുമായ ഭാവി കെട്ടിപ്പടുക്കാൻ താൻ ഒന്നും ഉപേക്ഷിക്കില്ലെന്ന് അവർ പറഞ്ഞു. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾക്ക് ശക്തമായ ഭാവി ഉണ്ടാക്കുന്നതിനും ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും. എന്നെ എംപിയാക്കി നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെയും നിങ്ങളുടെ പിന്തുണ നൽകുന്നതിലൂടെയും നിങ്ങൾ എനിക്ക് ശക്തിയും ധൈര്യവും നൽകുന്നു, അവർ പറഞ്ഞു. പ്രചാരണത്തിൽ തന്നെ പിന്തുണച്ച കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും പ്രിയങ്ക ഗാന്ധി നന്ദി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ എന്നിലും അർപ്പിച്ചിരിക്കുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു.